കോൺഗ്രസിലും UDF-ലും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദം അത് കേവലം ഒരു തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടല്ല. അതിന് പിറകിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്, ചിലരുടെ രാഷ്ട്രീയ ലക്ഷ്യവുമുണ്ട്. ഇന്നലെ വരെ PV അൻവർ പോരാടിക്കൊണ്ടിരുന്നത് പിണറായി സത്തിന് എതിരെയായിരുന്നു. എന്നാൽ ഇനി PV അൻവർ പോരാടുക സതീശനിസത്തിന് എതിരെയായിരിക്കും. അതിൽ PV അൻവർ മാത്രമല്ല, കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളും PV അൻവറിനോടൊപ്പം ഉണ്ടാകും. UDF-ലെ തന്നെ മുതിർന്ന നേതാക്കളും ഉണ്ടാകും. എന്തുകൊണ്ടായിരിക്കും VD സതീശൻ ഇത്ര കടുംപിടുത്തം പിടിക്കുന്നത്? അതിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്, ലക്ഷ്യമുണ്ട് VD സതീശന്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് UDF-നെ സംബന്ധിച്ച് നിർണായകമാണ്. അതിനേക്കാളുമേറെ VD സതീശനെ സംബന്ധിച്ചും നിർണായകമാണ്. UDF ജയിച്ചാൽ ആരാകും മുഖ്യമന്ത്രി? ഈ ചോദ്യം ഇപ്പോഴേ ഉയരുന്നുണ്ട്. മുഖ്യമന്ത്രി കസേര ഉറപ്പിക്കണമെങ്കിൽ കരുത്തുറ്റ നേതാവ് ആയി മാറണം VD സതീശൻ. അതല്ല, UDF നേതാക്കൾക്കും കോൺഗ്രസ് നേതാക്കൾക്കും ഒക്കെ വഴങ്ങി മുന്നോട്ട് പോവുകയാണെങ്കിൽ മുഖ്യമന്ത്രി കസേരയുടെ അടുത്തെത്തുമ്പോൾ തട്ടിത്തെറിപ്പിക്കും മുഖ്യമന്ത്രി കസേര എന്ന് VD സതീശന് നന്നായി അറിയാം. അദ്ദേഹത്തിന് നേരത്തെ ഒരു അനുഭവമുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാരിൽ മന്ത്രിയാകേണ്ട ആളാണ് VD സതീശൻ. മന്ത്രിയാകുമെന്ന് എല്ലാവരും ഉറപ്പിച്ചതുമാണ്. എന്നാൽ അവസാന നിമിഷം അദ്ദേഹത്തിൻ്റെ മന്ത്രി കസേര തെറിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ VD സതീശൻ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ പലപ്പോഴും വിമർശനവുമായി രംഗത്ത് വന്നതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോഴും അത് സോഷ്യൽ മീഡിയയിൽ ലഭ്യവുമാണ്. പക്ഷേ ഇനി അത് പാടില്ല. ഇതാണ് VD സതീശൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് കരുത്തനായ നേതാവ് ഞാൻ തന്നെയാണ്, UDF-ൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഞാൻ തന്നെയാണ് എന്ന് സ്ഥാപിച്ചെടുക്കേണ്ട ഉത്തരവാദിത്വമുണ്ട് VD സതീശന്. അതുകൊണ്ട് തന്നെയാണ് നിലമ്പൂരിനെ വെച്ച് കൈവിട്ട കളിക്ക് തയ്യാറാകുന്നത് VD സതീശൻ. VD സതീശൻ ഇപ്പോൾ PV അൻവറിന് വഴങ്ങുന്നു, UDF നേതാക്കൾക്ക് വഴങ്ങുന്നു, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് നേതാക്കൾക്ക് വഴങ്ങുന്നു, കോൺഗ്രസിലെ തന്നെ നേതാക്കൾക്ക് വഴങ്ങുന്നു. അങ്ങനെ വഴങ്ങിക്കഴിഞ്ഞാൽ എല്ലായിടത്തും വഴങ്ങി നിൽക്കേണ്ടി വരുമെന്ന് VD സതീശന് അറിയാം. എന്തുതന്നെയായാലും നിലമ്പൂരിൽ ജയിച്ചേ തീരൂ. അത് VD സതീശന്റെ നിലനിൽപ്പിന്റെ ആവശ്യവും കൂടിയാണ്. അത് വെറുതെ ഒരു ജയം പോരാ. VD സതീശന് ഞാൻ തന്നെയാണ് തീരുമാനമെടുക്കുന്നത്, ഞാൻ തന്നെയാണ് നയിക്കുന്നത് എന്ന് ഉറപ്പിച്ച് പറയേണ്ടതുമുണ്ട്. PV അൻവറിനുമായി ഒരു ഒത്തുതീർപ്പ് തയ്യാറാക്കി PV അൻവറെയും കൂടെ കൂട്ടി ഇലക്ഷനിൽ ജയിച്ചു കഴിഞ്ഞാൽ അത് PV അൻവറിൻ്റേതു കൂടിയുള്ള ജയമായി മാറും. PV അൻവറിനെ കൂടെ കൂട്ടണം എന്ന് പറയുന്ന രമേശ് ചെന്നിത്തല, K സുധാകരൻ, കുഞ്ഞാലിക്കുട്ടി തുടങ്ങിയവരുടേതു കൂടിയുള്ള ജയമായി മാറും. അത് പാടില്ല. ഇത് എൻ്റെ ജയമാക്കി മാറ്റണം, ഇത് എൻ്റെ മാത്രം ജയമാക്കി മാറ്റണം. അതാണ് VD സതീശന്റെ ലക്ഷ്യം. ഇനി പരാജയപ്പെട്ടാലോ VD സതീശന്റെ രാഷ്ട്രീയം അതോടുകൂടി അവസാനിക്കും. VD സതീശനെതിരെ കോൺഗ്രസിനകത്ത് UDF-നകത്ത് വലിയ കലാപങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് VD സതീശൻ ഇപ്പോൾ കളിക്കുന്നത് കൈവിട്ട കളിയാണ്. ആ കളി കളിച്ചേ തീരൂ എന്ന് VD സതീശന് അറിയാം. ഇവിടെ പരാജയപ്പെട്ടാൽ VD സതീശന് അത് വൻ തിരിച്ചടിയാകും. പ്രതിപക്ഷ നേതൃസ്ഥാനം പോലും നഷ്ടപ്പെട്ടേക്കാം. കോൺഗ്രസിൽ UDF-ൽ അദ്ദേഹം ഒറ്റപ്പെട്ടേക്കാം. ജയിച്ചാൽ അദ്ദേഹത്തിൻ്റെ അപ്രമാദിത്വം കോൺഗ്രസിൽ UDF-ൽ സ്ഥാപിക്കപ്പെടും. പിന്നീട് കോൺഗ്രസിനകത്ത് UDF-നകത്ത് ചോദ്യം ചെയ്യപ്പെടാൻ കഴിയാത്ത നേതാവായി VD സതീശൻ മാറും. അതാണ് VD സതീശന് വേണ്ടതും. ഇനിയിപ്പോൾ ഇവരെയെല്ലാം കൂടെ നിർത്തി, കോൺഗ്രസ് നേതാക്കളെയൊക്കെ കൂടെ നിർത്തി ഇലക്ഷനിൽ ജയിച്ചാൽ തന്നെ അത് VD സതീശന്റെ മാത്രം ജയമാക്കി മാറില്ല. അത് കോൺഗ്രസിന്റെ ജയമാകും, UDF-ന്റെ ജയമായി മാറും. അത് പാടില്ല. ഇത് എൻ്റെ ജയമാക്കി മാറ്റണം. അതാണ് VD സതീശന്റെ ലക്ഷ്യം. അതുകൊണ്ട് VD സതീശൻ ഒറ്റയ്ക്ക് പോരാടുകയാണ്. VD സതീശൻ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിപ്പിച്ച് ജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നു ഒരേ സമയം. അതേപോലെ തന്നെ കോൺഗ്രസിനകത്ത് തൻ്റെ അപ്രമാദിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തുന്നു. അതേപോലെ UDF-ന് മുകളിൽ ഞാൻ തന്നെയാണ് പ്രധാനപ്പെട്ട നേതാവ് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമം നടത്തുന്നു. അതുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാലിനെ ഭീഷണിപ്പെടുത്താൻ പോലും VD സതീശൻ തയ്യാറായത്. PV അൻവർ പറഞ്ഞത് ശരിയാണെങ്കിൽ PV അൻവറുമായി KC വേണുഗോപാൽ ചർച്ച നടത്തിക്കഴിഞ്ഞാൽ UDF ചെയർമാൻ സ്ഥാനം ഞാൻ ഉപേക്ഷിക്കും, ഞാൻ രാജിവെക്കും, ഞാൻ നിലമ്പൂരിൽ നിന്ന് പറവൂരിലേക്ക് പോകും, പിന്നീട് ഞാൻ ഉണ്ടാകില്ല, ഞാൻ വെറും MLA ആയി പറവൂരിലുണ്ടാകും എന്ന ഭീഷണിയാണ് മുഴക്കിയത് KC വേണുഗോപാലിനെതിരെ VD സതീശൻ. അതോടുകൂടിയാണ് KC വേണുഗോപാൽ PV അൻവറുമായുള്ള ചർച്ചയിൽ നിന്ന് പിന്മാറിയത്. ഇതിൽ UDF നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്, കോൺഗ്രസ് നേതാക്കൾക്ക് അതൃപ്തിയുണ്ട്. അതൃപ്തിയുള്ള കാര്യം VD സതീശന് അറിയാം. പക്ഷേ ഓരോ തരത്തിലും നിലപാടിൽ മാറ്റമില്ല. അദ്ദേഹം
മാധ്യമങ്ങളെ കാണുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ, ഇന്ന് പറയുന്നു മിനിഞ്ഞാന്ന് ഞാൻ പറഞ്ഞതുപോലെ എന്ന് വെച്ചാൽ അത് എൻ്റെ മാത്രം തീരുമാനമല്ല എന്ന് ആവർത്തിച്ച് പറയാനും വി.ഡി. സതീശൻ തയ്യാറാകുന്നുണ്ട്. അതിന് മറുത്തൊരു അഭിപ്രായം പറയാൻ UDF നേതാക്കൾക്ക് കഴിയുന്നില്ല. പരസ്യമായി അവർ ഒന്നും പറയുന്നില്ല. കുഞ്ഞാലിക്കുട്ടി പരസ്യമായി ഒന്നും പറയുന്നില്ല. ചർച്ച ചെയ്ത് പരിഹരിക്കും എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കെ സുധാകരൻ ആദ്യം 2 വാക്ക് പറഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് അദ്ദേഹം അതിൽ നിന്ന് പുറകോട്ട് പോയി. കെ മുരളീധരനും ഒത്തുതീർപ്പ് വേണമെന്ന് പറയുന്നുണ്ട് എങ്കിലും അതിനുശേഷം അദ്ദേഹം ഒന്നും മിണ്ടുന്നില്ല. വി.ഡി. സതീശൻ ഉറച്ച നിലപാട് സ്വീകരിച്ചതോടുകൂടി കെ മുരളീധരനും പുറകോട്ട് പോയി. VM സുധീരൻ ഇപ്പോൾ പൂർണ്ണമായും വി.ഡി. സതീശനെ പിന്തുണ പ്രഖ്യാപിച്ച് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. അതും വളരെ നിർണായകമാണ്. ഇന്നലെ വരെ വി.ഡി. സതീശനെ നാം എവിടെയും കണ്ടിരുന്നില്ല, കേരള രാഷ്ട്രീയത്തിൽ എവിടെയും കണ്ടിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ വി.ഡി. സതീശനെ പിന്തുണച്ചുകൊണ്ട് VM സുധീരൻ രംഗത്ത് വരുന്നു എന്നത് VM സുധീരനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവിൻ്റെ, ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവിൻ്റെ പിന്തുണ തനിക്കുണ്ട്, അത് ഒരു ശക്തിയാണ് എന്ന് വി.ഡി. സതീശൻ തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ വി.ഡി. സതീശന്റെ കളി ഒരു മരണക്കളിയാണ് എന്ന് പറയാം. നിലമ്പൂരിൽ വി.ഡി. സതീശൻ പരാജയപ്പെട്ടാൽ അതോടുകൂടി കോൺഗ്രസിനകത്ത് UDF-നകത്ത് വി.ഡി. സതീശനെതിരെ വിരൽ ചൂണ്ടാൻ ആളുകളുണ്ടാകും. ഇവിടെ UDF നേതാക്കൾ പറയുന്നത് പോലെ PV അൻവറുമായി ചേർന്ന് മത്സരിച്ച് ജയിച്ചാൽ മുഖ്യമന്ത്രി കസേരയ്ക്കുള്ള അവസരം വന്നു ചേരുമ്പോൾ നിരവധി പേർ അതിൽ രംഗത്ത് വരും. ഈ വിജയം വി.ഡി. സതീശന്റെ മാത്രം വിജയമായി കണക്കാക്കാൻ കഴിയില്ല. അത് കോൺഗ്രസ് നേതാക്കളുടെ എല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള വിജയമാണ്. അവിടെ രമേശ് ചെന്നിത്തലയുണ്ട്, കെ സുധാകരനുമുണ്ട്, അതോടൊപ്പം തന്നെ PK കുഞ്ഞാലിക്കുട്ടിയുമുണ്ട്. അവരൊക്കെ പറയുന്ന രീതി അനുസരിച്ച് PV അൻവറെ കൂടെ കൂട്ടിയതിൻ്റെ ഫലമാണ് നിലമ്പൂരിലെ ജയം എന്നുവരും. അതിൽ വി.ഡി. സതീശന് റോളില്ലാതാകും. വി.ഡി. സതീശൻ PV അൻവറെ കൂട്ടരുത് എന്ന നിലപാട് സ്വീകരിക്കുകയും അതിനെ മറികടന്നുകൊണ്ട് ഈ നേതാക്കൾ രംഗത്ത് വരികയും അത് വി.ഡി. സതീശൻ സ്വീകരിക്കുകയും ചെയ്താൽ അങ്ങനെ നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് ജയിക്കുകയും ചെയ്താൽ അവിടെ അപ്രസക്തനാകുന്നത് വി.ഡി. സതീശനാണ്. അത് വി.ഡി. സതീശനെ നന്നായി അറിയാം. അതല്ല, ഇപ്പോഴത്തെ നിലയിൽ ഇതേപോലെ PV അൻവറുടെ പിന്തുണയില്ലാതെ അവിടെ ജയിച്ചു വന്നാൽ വി.ഡി. സതീശൻ പരാജയപ്പെടുന്നത് PV അൻവറെ മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടിയെയാണ്, കെ സുധാകരനെയാണ്, രമേശ് ചെന്നിത്തലയാണ്, കെ മുരളീധരനെയാണ്. അത് കേരളത്തിലെ കോൺഗ്രസിനകത്ത് പുതിയ താരോദയമായിരിക്കും. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ്. അതുകൊണ്ടാണ് വി.ഡി. സതീശന്റെ കളി ഒരു മരണക്കളിയാണ് എന്ന് പറയാൻ കാരണം, ഒന്നുകിൽ ജയിച്ച് കേരളത്തിലെ കോൺഗ്രസിലും UDF-ലും ഒന്നാമനാകുക, ഇല്ലെങ്കിൽ തോറ്റ് പിന്മാറുക. PV അൻവറിനെ കൂടെ കൂട്ടി ജയിച്ചാൽ അത് ഒരിക്കലും വി.ഡി. സതീശന്റെ മാത്രം വിജയമാകില്ല. അപ്പോൾ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി കൂടുതൽ അവകാശികൾ വന്നു ചേരും. അതോടുകൂടി വി.ഡി. സതീശൻ പുറത്തേക്ക് പോകേണ്ടി വരും എന്ന് കൃത്യമായിട്ട് അറിയാം. വി.ഡി. സതീശന് ഒരു ഘട്ടത്തിൽ KC വേണുഗോപാൽ പോലും കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി വരും എന്ന് നന്നായി അറിയുന്ന നേതാവാണ് വി.ഡി. സതീശൻ. അതുകൊണ്ട് തന്നെ KC വേണുഗോപാലിനെ മാറ്റി നിർത്തണം, കെ സുധാകരനെ മാറ്റി നിർത്തണം, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തണം. മുസ്ലിം ലീഗിന് UDF-ലുള്ള അപ്രമാദിത്യം ഇല്ലാതാക്കണം. ഇതാണ് വി.ഡി. സതീശന്റെ മനസ്സിൽ. അതിനു വേണ്ടിയുള്ള കരുക്കളാണ് വി.ഡി. സതീശൻ ഇപ്പോൾ നീക്കുന്നത്. അതിൽ വിജയിച്ചാൽ വി.ഡി. സതീശനായിരിക്കും നാളെ UDF-ന്റെ കോൺഗ്രസിന്റെ നമ്പർ 1 നേതാവ്.